ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഖിലൊരു സ്വാഗതം പറ. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് കുറെ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനും വാവേ, അമ്മയും ഞാനും വാവയും കൂടി ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ പറയാ, ഇന്നോട് നമ്മൾ പുതിയ സാധനം വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രോഗ്രാമിന് പോകുന്നുണ്ട്, ഒരു TV റിയാലിറ്റി ഷോ. അത് അപ്പം മീത്തേട്ടറും കാര്യങ്ങളൊക്കെ, മീത്തേട്ടറും വിരിയിച്ചൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാം കൂടിയുള്ളൊരു ദിവസം കൊണ്ട് ഞാൻ വിചാരിച്ച വ്ളോഗ് ചെയ്യാം അല്ലേ? നീ ഇപ്പൊ വ്ളോഗ് ചെയ്യുന്ന കുറഞ്ഞിക്കല്ലോ സെൻസ് റൗണ്ടില്. ആക്ക് 2 ദിവസമായിട്ട് നല്ല വയ്യായിരുന്നു, പനിയൊക്കെ ഇതായി. അതാണൊന്ന് സൈഡായിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്താ പറയാ, ഇത് അഖിൽ, നമ്മളെ പുതിയ വീഡിയോഗ്രാഫർ, ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ. എങ്ങനെയുണ്ട് നമ്മളെ പരിപാടിയൊക്കെ? ഇപ്പൊ നമുക്ക് ആ സുരാജിന്റെ സ്ഥലം കിട്ടിയിട്ടുണ്ട്. എന്തോ എങ്ങനെ അപ്പം അപ്പൊ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. വീഡിയോസ് ഒക്കെ അടിപൊളിയാവുന്നുണ്ട്. ഇവൻ വന്നപ്പല്ലേ കുറച്ചും കൂടി ക്യാമറയിലൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോ പ്രൊഫഷണൽ വെഡിങ് ആണ്. നമ്മളെ മുന്നേ കുറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്തത്. നിങ്ങൾക്കും വെഡിങ്ങും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടോ. അമ്മ വിളിക്കുന്നു, അമ്മേന്റെ അടുത്തൊന്ന് പോയിട്ട് വരാം. അമ്മ ഇവിടെ ഒരു വീഡിയോന് വേണ്ടി ഒരു സ്പെഷ്യൽ സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വത്തക്കേന്റെ തോടില്ലേ, ആ തോട് വെച്ചിട്ടൊരു പരീക്ഷണമാണ്. അതുണ്ട്, മധുരം കൂട്ടിയിട്ടൊരു പിടുത്തം പിടിക്കുകയാണ് അമ്മേ. അപ്പം ഇന്ന് നമ്മള് സി കേരളത്തിന്റെ ഒരു പരിപാടിക്ക് പോകുന്നുണ്ട്. അപ്പം അതിനൊക്കെ പോയിട്ട് വരാം. അവിടെ പോയിട്ട് ഞാനും ഭാവയും കൂടി കുക്കിംഗ് ചെയ്യണം. അത് എന്താ ചെയ്യാന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും ഇത് വന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളിപ്പോ ഉണ്ടാക്കിയ സാധനം. എങ്ങനെ ഉണ്ടാമേ? ടേസ്റ്റ് ഉണ്ടോ സത്യത്തില്? ഞാൻ കഴിച്ചു നോക്കി, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ബബ്ലൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഹലോ ഗൈസ്, വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചത്. ഞാൻ ഭാവയ്ക്ക് വാങ്ങിയൊരു സാധനമാണ്. ഇത് സംഭവം എന്താ വെച്ചാൽ ഹെയർ കേളറാണ്. നമുക്ക് ഹെയർ കേളൊക്കെ ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടല്ലേ. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഹെയർ അടിപൊളിയായിട്ട് കേൾ ചെയ്യാം. അതേപോലെ തന്നെ എന്താ പറയുക, നല്ല ഈസിയാണ്. സംഭവം എന്താ വെച്ചാൽ അഗോറിൻ്റെ പ്രൈമ റൊട്ടേറ്റിംഗ് ഹെയർ കേളറാണ്. അഗാറിന്റെ എല്ലാ പ്രൊഡക്റ്റ് പോലെ വളരെ ക്യൂട്ടും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. 2 ഇയർ വാറന്റി ഉണ്ട്. അതേപോലെ തന്നെ സെറാമിക് കോട്ട് ടൈറ്റാനിയം ടോങ് ആണ്. ഇത് 32 mm ബാറിലാണ്. അതേപോലെ തന്നെ ഇതിൽ PTC ഹീറ്റിംഗ് ഉണ്ട്. ടെമ്പറേച്ചർ സെറ്റിംഗ്സ് അപ് ടു 230 ഡിഗ്രി ഉണ്ട്. ഫാസ്റ്റ് ഹീറ്റപ്പ് ആണ്. അതുപോലെ തന്നെ 360 സിംഗിൾ പവർ കോഡാണ്. അതേപോലെ തന്നെ കൂൾ ടച്ച് ടിപ്പ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റിന് കമ്പനി 2 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ബോക്സിൽ ഇതാ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ വാറന്റി കാർഡ് ആസ് യൂഷ്വൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പവർ ബട്ടൺ വരുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇതൊന്ന് പ്രസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഓണും ഓഫും ആവുന്നതാണ്. അതേപോലെ തന്നെ പവർ ബട്ടണിന് കുറച്ച് മുകളിലേക്ക് ഒരു 3 ബട്ടൺ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കേൾ ചെയ്യാനും റൈറ്റ് സൈഡിലേക്ക് കേൾ ചെയ്യാനും അതേപോലെ തന്നെ റിവേഴ്സ് ചെയ്യാനുള്ള ബട്ടണാണ്. അപ്പോൾ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഞാൻ താഴത്തെ ലിങ്ക് കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പറയുന്ന പോലെ അടിപൊളി പ്രൊഡക്റ്റാണ് അഗാറിൻ്റെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫുൾ റെഡിയായി. ഇതാണ് വാവയുടെ ലുക്ക്. എങ്ങനെയുണ്ട്? ഇന്നലെ വാങ്ങിയ ഡ്രസ്സാണ്. ഇത് ഞാൻ വാവയ്ക്ക് ഓണത്തിന് വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ്. എനിക്ക് വാങ്ങി തന്ന ഡ്രസ്സാണ്. ഇതിന് ഭയങ്കര ഇഷ്ടമായി. മുണ്ടും പച്ച കളറാണ് എടുത്തത്. അപ്പം പരിപാടിക്ക് വേണ്ടി ഫുൾ സെറ്റാണ്. നമ്മൾ അഗ്നി കാർ എടുത്ത് പുറത്തുണ്ട്. കുറച്ച് ലേറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റ് ആണെങ്കിൽ അവിടെ കുറച്ച് ലേറ്റ് ആണ്. വലിയ വ്യത്യാസം വരില്ല തോന്നുന്നു. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. കോഴിക്കോട് ആർട്സ് കോളേജിൽ വിളിച്ചിട്ടാണ് പരിപാടി. കുറേ കുട്ടികളുണ്ടെന്നൊക്കെ അപ്പം വിളിച്ച് പറഞ്ഞത്. അപ്പം ടെൻഷൻ ഉണ്ട് ആൾക്കാരൊക്കെ ഉള്ളതിനെ കൊണ്ടൊന്ന് പോയി നോക്കാം. എനിക്കും ഭാവിക്കുള്ളൊരു മെയിൻ പ്രശ്നം കേട്ടോ. കാറിൻ്റെ ബാക്കിലിരിക്കുമ്പോൾ നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. കാർ ഓടിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ബാക്കിലിരിക്കുമ്പോൾ ഈ പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ? നമ്മളൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ എവിടെ വൈകി പോയാലും പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പോൾ അത് ഒരു കറക്റ്റ് ടൈം ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെയും വൈകിട്ടുണ്ടാവും. അതേപോലെ തന്നെ മീത്തേട്ടറും മിരിയേച്ചിയൊക്കെ നേരത്തെ എത്തിയിരുന്നു. നമ്മൾ എത്തുന്നതിൻ്റെ 2-3 മണിക്കൂർ മുന്നേ എത്തി. പക്ഷേ അവർ കട്ട പോസ്റ്റ് ആയിരുന്നു. നമ്മൾ എത്തിയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. മീനാക്ഷി ഉണ്ടായിരുന്നു, നമ്മളെ പ്രേമലൂലൊക്കെയുള്ള മീനാക്ഷി ഇല്ലേ, പാട്ടൊക്കെ പാടിയ മീനാക്ഷി. നല്ല കമ്പനിയായിരുന്നു. ഓണത്തിൻ്റെ അന്ന് ടെലികാസ്റ്റ് ചെയ്യാനുള്ളൊരു TV പ്രോഗ്രാമായിരുന്നു. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഫുഡിൻ്റെ ഒക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ മീൻ പൊരിച്ചതാണ് ഉണ്ടാക്കിയത്. മീത്തേട്ടറും മിരിയേച്ചിയും പായസം ഉണ്ടാക്കി. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു. കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അവർ തന്നു കേട്ടോ. ആവോലി ഫിഷ് ഫ്രൈ കണ്ടാ. ഇത് എനിക്ക് ലാസ്റ്റ് കഴിക്കാനുള്ള 2 കഷ്ണമുള്ളത്.
ഉണക്കം കഴിച്ചിട്ടുണ്ടല്ലേ? ശരി, ഓക്കെ. അപ്പൊ നമ്മള് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എന്തൊക്കെ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ചേരുവകൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മുടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മീനാക്ഷിയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഭക്ഷണം എന്ന് വെച്ചാൽ വിശപ്പ് നല്ലോണം ഉണ്ടായിരുന്നു. വാവയ്ക്കും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അവൾ ഓരോ പാക്ക് ഫുഡ് കൊണ്ടുവന്നിട്ട് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞാൽ നമ്മൾ നേരെ കോഴിക്കോട് എവിടെയെങ്കിലും ഹോട്ടലിലേക്ക് മീത്തേടെ എടുക്കാൻ പറഞ്ഞു. ഒന്നും നോക്കിയില്ല, കോഴിക്കോട് ബീച്ചിലുള്ളൊരു ഹോട്ടലിലേക്ക് നേരെ പോയി. അവിടുന്ന് അത്യാവശ്യം മറ്റേ പാൽക്കപ്പയും അതേപോലെ തന്നെ അൽഫാമും ഇതെല്ലാം കൂടി ഒരുമിച്ച് കഴിച്ചു. നല്ലോണം വിശപ്പടക്കിയിട്ട് നമ്മൾ അവിടുന്ന് ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വന്നു. കാരണം നമ്മളെ കാറ് കൊടുത്തതിനെ കൊണ്ട് കാറ് ഉണ്ടായിരുന്നില്ല. മീത്തേട്ടന് ഓൾറെഡി കാറ് ഫുള്ളായിരുന്നു. അവർ നേരെ തലശ്ശേരിക്ക് വിട്ടു.